നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരള മുഖ്യമന്ത്രി ആരെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ആകാംക്ഷയിൽ കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വ്യാഴാഴ്ച ചേരും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ AG's ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അമ്പലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശിനി ബിജിയാണ് മരിച്ചത്. കുരിയച്ചിറയിൽ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. BJP കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് അറിയിച്ചു. അവസാനഘട്ടമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുടെ അഭിപ്രായവും തേടിയിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ ആരാകും മുഖ്യമന്ത്രിയെന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ UDF ഘടകകക്ഷികൾക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അതൃപ്തി പുകയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിൽ മധുരം വിതരണം ചെയ്യുന്നതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ ഹാളിൽ കോൺഗ്രസ് കൌൺസിലർമാർ തമ്മിൽ തർക്കം. താനാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെന്ന് അവകാശപ്പെട്ട് ഷാജി ആലിക്കൽ മധുര പലഹാരങ്ങളുമായി രംഗത്തെത്തി. എന്നാൽ ഇതിനെതിരെ DCC നേതൃത്വം ഔദ്യോഗികമായി അംഗീകരിച്ച പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസൻ പരസ്യമായി രംഗത്ത് വന്നതോടെ തർക്കം രൂക്ഷമായി. തുടർന്ന് ഇരുവരും മധുരം വിതരണം ചെയ്തു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ AG's ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്നാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന AG's ഓഫീസിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത്. AG's ഓഫീസ് കവാടത്തിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ ചില വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മുകളിലൂടെ AG's കോമ്പൗണ്ടിലേക്ക് കടന്നതിനെ തുടർന്നുണ്ടായ സംഘർഷാന്തരീക്ഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതോടെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ട് AG's ഓഫീസ് അങ്കണത്തിലെത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ നഗ്നരായി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് M ശിവപ്രസാദ് പറഞ്ഞു. ഈ 22 ലക്ഷം കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ അനുജന്മാർ ഈ രാജ്യത്ത് ഉറക്കമൊഴിച്ച് എല്ലാം ത്യജിച്ച് അവരുടെ ജീവിതത്തെ കയ്യെത്തി പിടിക്കാൻ വേണ്ടി ജീവിതത്തോട് പോരടിച്ച് പരീക്ഷ എഴുതിയവർ അവരുടെ കണ്ണീരിന് മുന്നിൽ BJPയും BJPയുടെ കേന്ദ്ര ഗവൺമെന്റും ഇനി ഏതെല്ലാം ദൈവങ്ങളെ കൂട്ടുപിടിച്ചാലും ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ വെണ്ണീറായി പോകുമെന്ന് BJPക്കാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. 2 വർഷം കഠിന പ്രയത്നത്തിലൂടെ പരീക്ഷയ്ക്കൊരുങ്ങിയ രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന് പ്രതികളെ ശിക്ഷാവിധേയരാക്കിയില്ലെങ്കിൽ SFI ഏതു പ്രതിരോധവും മറികടന്ന് സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ശിവപ്രസാദ് മുന്നറിയിപ്പ് നൽകി. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഭിജിത്ത്, ഭാരവാഹികളായ ജിഷ്ണു സത്യൻ, നവ്യ, ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു.
മാർച്ചിനിടെ കുഴഞ്ഞു വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV തൃശ്ശൂർ. ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാന പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റ് റദ്ദാക്കിയത് 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പലതരത്തിൽ ബാധിക്കും. അക്കാദമിക് കലണ്ടർ ഇതോടെ താളം തെറ്റും. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത് കടുത്ത പരീക്ഷണങ്ങളിലൂടെ. വിദ്യാർത്ഥികളിൽ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവുമേറുന്നു. വീണ്ടും തയ്യാറെടുപ്പ് നടത്താനുള്ള പരിശീലനത്തിനുള്ള സാമ്പത്തിക ചെലവ് വേറെ. പണമില്ലാത്തവർ പിന്തള്ളപ്പെട്ടു പോകാനും സാധ്യത. ഇനി വീണ്ടും പരീക്ഷ നടത്തി ഫലം വന്നാലും പുനഃപരിശോധന ആവശ്യമുയരുമെന്നുറപ്പ്. നിയമ നടപടികളും ഉണ്ടാകാം. ചോർച്ചയിൽ വിശദ പരിശോധനയ്ക്ക് കോടതികൾ തീരുമാനിച്ചാൽ പരീക്ഷയിലെ തുടർ നടപടികൾ വീണ്ടും നീളും. മാത്രവുമല്ല, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ അക്കാദമിക് കലണ്ടറിനെയും ബാധിക്കും. ഫലപ്രഖ്യാപനം, കൗൺസിലിംഗ്, പ്രവേശനം, ക്ലാസുകൾ ആരംഭിക്കുന്നത് എന്നിവയെല്ലാം താളം തെറ്റും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ തകരുകയാണെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ന്യൂസ് ഡെസ്ക് TCV. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും ചേർന്ന് പ്രഖ്യാപനം നടത്തും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഈ വർഷം 85.2% വിജയം. ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 10 വരെ ഇന്ത്യയിലും വിദേശത്തുമായി നടന്ന പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കോർ കാർഡുകൾ പരിശോധിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. ഇടവേള. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover is la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. അമ്പലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശി മഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ 52 വയസ്സുള്ള ബിജിയാണ് മരിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിലെ സ്ലാബിലൂടെ പോയിരുന്ന സ്കൂട്ടർ തെന്നി ബിജി ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബിജിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സർവീസ് റോഡിലെ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതും തകർന്നതും ഇരുചക്ര വാഹന യാത്രികർക്ക് അപകട ഭീഷണിയാകുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ ഭാഗത്ത് സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി സ്വകാര്യ ബസ്സിടിച്ച് മരിച്ചിരുന്നു. അകമലയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പഴയന്നൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉണ്ണികൃഷ്ണ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ 2 മാസത്തിനുള്ളിൽ 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.
മേഖലയിലെ അനധികൃത കച്ചവടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കുരിയച്ചിറയിൽ ദേശായി ഹോംസിന്റെ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ സമീപവാസികളായ 7 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചയിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ധാരണയിലെത്തിയിരുന്നു. സെന്റ് തോമസ് സ്ട്രീറ്റിൽ ജലസേചന വകുപ്പിന്റെ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഞായറാഴ്ചയാണ് അപ്പാർട്ട്മെന്റിന്റെ പ്രവേശന കവാടം പൂട്ടിയിട്ട് സമരം നടത്തിയത്. അതേസമയം ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സമീപത്തുള്ള വീടുകളിലെ അപകട ഭീഷണി വിലയിരുത്താനും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുമായി BJP കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ഭയാനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. 18 ഏഴോളം കുടുംബങ്ങൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തകരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവരെ പുനരധിവസിപ്പിക്കണം, ഇവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാവണം. അതുവരെ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം, ഇവരെ സംരക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെയൊക്കെ ചില ചർച്ചകൾ ഇവരുടെ മാനേജ്മെൻറ്റുമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇവരോടൊപ്പം നിൽക്കും. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. രാമനാഥ് വീട്ടിൽ ജുമൈല ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നടപടി. ഫെബ്രുവരി 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കേസിൽ ആരോപണ വിധേയയായ ഇരിങ്ങപ്പുറം സ്വദേശി പൂക്കയിൽ വീട്ടിൽ വിശ്വനാഥൻ, ഭാര്യ അബിത എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഉത്തരവ്. കടം വാങ്ങിയ പണത്തിന്റെ പലിശ ആവശ്യപ്പെട്ട് ആബിദ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന്റെ മനോവിഷമത്തിലാണ് ജുമൈല ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് ജുമൈലയുടെ മകൻ ഷിനാസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഹർജിക്കാരനു വേണ്ടി അഭിഭാഷകരായ KB ഹരിദാസ്, R ആനന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. ചലച്ചിത്ര താരവും മുൻ MLAയുമായ മുകേഷ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനം നടത്തിയത് വിവാദമായിരുന്നു. തുടർന്ന് ജയരാജൻ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ടുപിറകെ CPM MLA ആയിരുന്ന മുകേഷ് ക്ഷേത്ര ദർശനം നടത്തിയത് പാർട്ടി നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. എടക്കഴിയൂരിൽ മരണവീട്ടിലെത്തിയ വെളിയങ്കോട് സ്വദേശിക്ക് വെട്ടേറ്റു. ഹസൻകോയ ബീച്ചിലെ മരണവീട്ടിലായിരുന്നു സംഭവം. വെളിയങ്കോട് സ്വദേശി മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ബന്ധു മരണപ്പെട്ട വീട്ടിൽ പോയതായിരുന്നു മുസ്തഫ. തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് വെട്ടേറ്റത്. പരിക്കേറ്റ മുസ്തഫയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെ കടപുഴകി വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരത്തിന് മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ സമീപകാലത്തായി ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് മിന്നൽ അപകടകാരികളാകുന്നതെന്ന് നോക്കാം. ഒരു സാധാരണ ഇടിമിന്നലിൽ ഏകദേശം 300 ദശലക്ഷം വോൾട്ട് വരെ വൈദ്യുതി ഉണ്ടാകാം. ഇത് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയസ്തംഭനം, നാഡീവ്യൂഹത്തിന്റെ തകരാർ, ആന്തരിക അവയവങ്ങൾ വെന്തുപോകൽ എന്നിവ സംഭവിക്കുന്നു. മിന്നൽ പിണരുകൾ കടന്നുപോകുന്ന വായു പെട്ടെന്ന് ചൂടാകുന്നു. ഈ ചൂട് വായുവിനെ പെട്ടെന്ന് വികസിപ്പിക്കും. ഇതാണ് ഇടിമുഴക്കമെന്ന ശബ്ദമുണ്ടാക്കുന്നത്. ഈ താപം നേരിട്ടേറ്റാൽ ശരീരം കരിഞ്ഞു പോകും. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രതയും പച്ചപ്പും കാരണം മിന്നൽ മനുഷ്യരിലേക്കോ വീടുകളിലേക്കോ എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇക്കാരണത്താൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. മിന്നൽ സമയത്ത് മൈതാനങ്ങളിലോ കുന്നിൻ മുകളിലോ മരച്ചുവട്ടിലോ നിൽക്കരുത്. ഉയരമുള്ള വസ്തുക്കളിലാണ് മിന്നൽ ആദ്യം പതിക്കുക. അതിനാൽ മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് അപകടകരമാണ്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാറിനുള്ളിലോ ബസ്സിനുള്ളിലോ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. പക്ഷേ വാഹനത്തിന്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കരുത്. കുളിക്കാനോ മീൻ പിടിക്കാനോ ഈ സമയത്ത് ഇറങ്ങരുത്. മിന്നൽ കാണുന്നതും ഇടിമുഴക്കം കേൾക്കുന്നതും തമ്മിലുള്ള സമയം കുറവാണെങ്കിൽ അപകട മേഖലയിലാണെന്ന് മനസ്സിലാക്കുക. ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. ന്യൂസ് ഡെസ്ക് TCV. സർക്കാരിന്റെ പുതിയ ബ്രാൻഡി മിന്നൽ മാജിക് ഈ മാസം അവസാനം വിപണിയിലെത്തും. 1/2 ലിറ്റർ കുപ്പിയാണ് ബെബ്കോ ഔട്ട്ലെറ്റിൽ എത്തിക്കുക.
400 രൂപയാണ് 1/2 ലിറ്റർ കുപ്പിയുടെ വില. പ്രതിദിനം 9,000 കേസ് മദ്യമാണ് ചിറ്റൂർ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക. നിലവിൽ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ റമ്മിന് പുറമെയാണ് മിന്നൽ മാജിക് കൂടി വിപണിയിൽ എത്തുന്നത്. ഇന്ധനവില വർധന ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5,000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരാശരി വിൽപ്പന കണക്കാക്കി പരിമിതമായ ദിവസങ്ങൾക്കുള്ള ഇന്ധന ശേഖരമാണ് ആഴ്ചകളായി പമ്പ് ഉടമകൾക്ക് കമ്പനികൾ നൽകുന്നത്. ക്രെഡിറ്റ് സംവിധാനം ഒഴിവാക്കിയതോടെ വാങ്ങുന്ന സ്റ്റോക്കിന് അനുസൃതമായ തുക നൽകണമെന്ന വ്യവസ്ഥയും പമ്പുകളിലെ ഇന്ധന ശേഖരത്തെ ബാധിക്കുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ തൃശൂർ കോർപ്പറേഷൻ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷന്റെ രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ കട്ടപ്പുറത്തായതിനെ പരിഹസിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഴക്കാല മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരവുമായി LDF മുന്നോട്ട് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. LDF കൗൺസിലർമാരായ അനീസ് മുഹമ്മദ്, സുജിത്, P സുകുമാരൻ, ഷാജു കുണ്ടോളി, കീർത്തന, സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. പല ഡിവിഷൻ കൗൺസിലർമാരും മണ്ണുമാന്തി യന്ത്രങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കാത്ത അവസ്ഥയാണ് എന്നുള്ളത്. അത് ഭരണകക്ഷി കൗൺസിലർമാരായാലും ശരി, പ്രതിപക്ഷ കൗൺസിലർമാരായാലും ശരി, ഇവർക്കാർക്കും തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ യന്ത്രങ്ങൾ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വേനൽ മഴയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ സ്വച്ഛ് സർവേഷൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട റോഡുകളിൽ മാത്രമാണ് ക്ലീനിങ് നടക്കുന്നത്. പല ഡിവിഷനുകളിൽ നിന്നും തൊഴിലാളികളെ പ്രധാനപ്പെട്ട റോഡുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം വിന്യസിക്കുന്നൊരവസ്ഥയാണ് തൃശ്ശൂർ കോർപ്പറേഷനകത്തുള്ളത്. ഇടറോഡുകളും ഇടച്ചാലുകളും തോടുകളും കാനകളുമെല്ലാം വളരെ ശോചനീയമായിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നല്ലൊരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ നഗരമാകെ തന്നെ വെള്ളത്തിൽ അകപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരത്തിലേക്കുള്ള ഒരു പ്രതീകാത്മകമായ സമരം സംഘടിപ്പിച്ചത്. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള അലംഭാവം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് LDF മുന്നോട്ട് വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്ത് നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി ജൂഡു ഡോളിയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ബ്ലൂ സ്റ്റാർ സ്പെഷ്യൽ ഗ്രീൻ കഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, പ്രവീൺ എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശികളായ കണ്ണപ്പറമ്പിൽ വീട്ടിൽ സുരമോൻ എന്ന നിഖിൽ, കാരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്ന ജിതിൻ എന്നിവരെയാണ് 3 മാസത്തേക്ക് നാടുകടത്തിയത്.
വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വേലൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ തയ്യൂർ പള്ളിക്ക് സമീപം മടപ്പറമ്പിനോട് ചേർന്നുള്ള 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടമാണ് മണ്ണിട്ടു നികത്തുന്നത്. മഴക്കാലത്ത് മുണ്ടത്തിക്കോട്, കോടശ്ശേരി, കാങ്കാട് കുന്നുകളിൽ നിന്നും വലിയ തോതിൽ ഒഴുകിവരുന്ന വെള്ളം ഈ നീർത്തടത്തിലാണ് കെട്ടിക്കിടക്കാറുള്ളത്. പ്രദേശത്ത് 25 വീടുകളുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങളിലും കാലവർഷം ശക്തമായ വർഷങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 2024-ലും 2025-ലും മഴ പെയ്തപ്പോൾ പ്രളയസമാനമായ സാഹചര്യമാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ സ്ഥലത്തുണ്ടായിട്ടുള്ളത്. മഴവെള്ളമെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു വഴി കൂടിയാണിത്. ഇപ്പം ഈ പ്രളയസമാനമായ സാഹചര്യം വന്ന് ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു അനുമതിയുമില്ലാതെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ച് നിൽക്കുന്നത് ചിന്തയുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ പ്രവർത്തനം കൂടെ അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ സ്കൂളിലെ ക്യാമ്പുകളിലേക്കും പള്ളിയിലെ ക്യാമ്പുകളിലേക്കും മാറുന്ന ഒരു വിശേഷമാണുള്ളത്. 2018 വെള്ളപ്പൊക്കം പോലും പോയിട്ട് ഇവിടെ വെള്ളം കയറാത്ത ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് നികത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ 2 വർഷം, ഇപ്പോൾ 2-3 വർഷമായിട്ട് സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്താൽ അപ്പോൾ ഇവർക്ക് വെള്ളം കയറുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റി ഇവിടെ തോട് ഇത്രയും ഏരിയയിൽ മറ്റേ കാങ്കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഇത്രയും ഒരു 4 മീറ്റർ വീതിയിൽ തോടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ആ തോടൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ ഇത് മൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മണ്ണ് ഇട്ട് നികത്തിയാക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം ഇതിൽ ഇട്ടിട്ടുള്ള മണ്ണ് കോരി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൻതോതിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാർഡംഗം ബിന്ദു നന്ദൻ, പൊതുപ്രവർത്തകരായ ER രാഹുൽ, KV ഗിരീഷ്, ദനിൽ കുമാർ, ഫ്രാൻസിസ്, ആൽഫ്രഡ് തോമസ്, സ്റ്റീഫൻ, അഖിൽ ബിജു, രതീഷ്, ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേരള ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നിന്നും അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി മിന്നുന്ന വിജയം കരസ്ഥമാക്കി. തൃശൂർ ജില്ലയിലെ 3000-ഓളം വരുന്ന അഭിഭാഷകരിൽ നിന്നും ഏക പ്രതിനിധിയായാണ് അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിവിധ അഭിഭാഷക സംഘടനകളുടെ പ്രതിനിധികളായും മറ്റും 6 അഭിഭാഷകരായിരുന്നു തൃശൂർ ജില്ലയിൽ നിന്നും മത്സര രംഗത്തുണ്ടായിരുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇലക്ഷൻ നടത്തിയത്. സംസ്ഥാനത്ത് 18 അഭിഭാഷകർ ജനറൽ കാറ്റഗറിയിലും 5 പേർ വനിതാ കാറ്റഗറിയിലും 2 പേർ നോമിനേറ്റഡ് മെമ്പർമാരും ഉൾപ്പെടെ 25 പേരാണ് ബാർ കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി. നിലവിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നോട്ടറി അഡ്വക്കേറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ആണ് ഇദ്ദേഹം. NV സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ NV കൃഷ്ണവാര്യർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ MP സുരേന്ദ്രൻ, KEN തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പൊക്ലായിൽ താമസിച്ചിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. മുൻ MLA E.T. ടൈസന്റെ ഇടപെടൽ മൂലം മതിലകം പഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും കൈകോർത്തതോടെയാണ് ഈ കുടുംബങ്ങൾക്ക് വീടുകൾ ഉയരുന്നത്. ഓരോ കുടുംബത്തിനും വീടിനും സ്ഥലത്തിനുമായി 6 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. പരിമിതമായ തുകയിൽ വീടുകൾ നിർമ്മിക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. പീപ്പിൾസ് ഫൗണ്ടേഷനു വേണ്ടി മതിലകം പുന്നയ്ക്ക ബസാർ YP പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങ് മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. ഇനി വാണിജ്യം.
പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ജനമനസ്സുകളിൽ ഇടം നേടിയ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മെഗാ എക്സ്ചേഞ്ച് മേള തുടരുന്നു. തൃശൂർ MG റോഡിലുള്ള കോരപ്പത്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ മാസം 31 വരെയാണ് മെഗാ എക്സ്ചേഞ്ച് മേള ഒരുക്കിയിരിക്കുന്നത്. മേളയോടനുബന്ധിച്ച് ഏത് കടയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ഇവിടെ മാറ്റിയെടുക്കാനുള്ള സുവർണാവസരം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് TPRൽ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നതാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഇടനിലക്കാരില്ലാതെ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും നേരിട്ട് സ്വർണം വാങ്ങുന്നത് മൂലം പണിക്കൂലിയിൽ വൻ കുറവ് ലഭിക്കുന്നതാണ്. 916 സ്വർണ്ണാഭരണങ്ങൾ വിലയിലും തൂക്കത്തിലും വ്യത്യാസമില്ലാതെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മാറ്റി വാങ്ങാം. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റാനുള്ള സുവർണാവസരവും TPRൽ ഉണ്ടായിരിക്കുന്നതാണ്. 0% പണിക്കൂലിയിൽ 22 ക്യാരറ്റ് ആഭരണങ്ങൾ സ്വർണ്ണനിധി സ്കീമിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9072916111 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,850, പവന് 1,18,800. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരള മുഖ്യമന്ത്രി ആരെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ആകാംക്ഷയിൽ കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വ്യാഴാഴ്ച ചേരും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ AG's ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. അമ്പലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശിനി ബിജിയാണ് മരിച്ചത്. കുരിയച്ചിറയിൽ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. BJP കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.